അസ്സലാമലൈക്കും മക്കളെ. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ട ഇതൊക്കെ ഒന്ന് നമ്മൾ വേറെ ഒന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ചു. പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മഴയല്ല, മഴ ആയിട്ട് വലിച്ചിടാനും വെച്ചത് കണ്ടില്ല നിങ്ങൾ. ഇതിൻ്റെ ഉള്ളിപ്പൊക്കെ അങ്ങോട്ട് ഒരു മഴ വെച്ചുമില്ല ആവോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. ഒന്ന് വെട്ടിയില്ലണം, ഒക്കെ പണിയുണ്ട്. വെയിൽ കണ്ടാണ് ഇപ്പം ഞാൻ അതിന് നോക്കുന്നത് കിട്ടാം. ഈ ശീലക്കണ്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എന്തോ ഒരു വൃത്തിയുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കും ചെയ്യട്ടെ. അപ്പോൾ മക്കളെ മടലൊക്കെ ആദ്യം ഒന്നേ വലിച്ചിടട്ടെ. വെക്കൂല, എന്നാലും വെക്കണ മാതിരിയൊക്കെ മക്കളോട് കുറേ ദിവസമുണ്ട് പറയുന്നു. നമ്മൾ ഒരുങ്ങാതെ ഓരോ ഒരുങ്ങില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലിച്ചിട്ട് കണ്ടിട്ടാണ് വാൽക്കൊടി ഒന്ന് ശരിയാക്കാൻ. വെട്ടി ഇരുന്ന് വെച്ചാൽ വെറുകൊള്ളിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വെച്ച കണ്ടീനപ്പം നിങ്ങൾ മഴ വന്നപ്പോൾ ഒന്നായിട്ട് വെട്ടിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടതാണ്. നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. അത് വിചാരിച്ചിക്കാണ്ട് ഇങ്ങനെ വെട്ടിയിരുന്ന് കാണ്ട് ഉണ്ടാക്കട്ടെ. വെട്ടിയിരിക്കാഞ്ഞാൽ വല്ല പാമ്പാളും വന്നത് കൊഞ്ചാറ് ദിവസമായിക്കോളും ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ നോക്കാനേ പറ്റില്ലല്ലോ. നമ്മളെ കട്ടീൻ്റെ കുറേ പറഞ്ഞിട്ടൊക്കെ കാര്യം. അപ്പോൾ മക്കളെ ഇന്നലെ അന്തിക്കൊക്കെ നല്ല മഴ. നിങ്ങളവിടെയൊക്കെ മഴ പെയ്തിന് അന്തിക്ക് മഴ പെയ്തൊക്കെ ഒന്ന് പറയണം കേട്ടോ. നമ്മളിവിടെ നല്ല ഇപ്പം കുറച്ച് വിലർച്ചുണ്ട്. മൂടിയോണം മഴ പെയ്തോണമൊക്കെ നിൽക്കുകയാണ്. ഇതൊന്ന് വെട്ടിയിരുന്നെങ്കിൽ ഒരു സമാധാനമുള്ളൂ. ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യം ഇതൊന്ന് വെട്ടിയിലിട്ട് വിചാരിച്ചു. എന്നാലും വിചാരിച്ചു തുടങ്ങിയില്ല. എന്നാലും ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ വെച്ച, മുറ്റം നനഞ്ഞാലും ഇത് വലിച്ചിടാൻ വെച്ച. അപ്പോൾ വിചാരിച്ചിട്ടാണ്ട് ഇങ്ങനെ നിന്നതേ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിമൊക്കെ തിരിയാഞ്ഞാലും ഒരു പണി ഇരിക്കുമ്പോൾ മറ്റീമൊക്കെ തിരിയാൻ പറ്റില്ല. ഒന്ന് തന്നെ മുഴുവനായിട്ട് എന്നിട്ട് വേണം. ഒന്നാണ്ട് നിൽക്കുകയാണ്. മക്കളെ ഏകദേശം ഒന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ച് ആയിട്ടുള്ളൂ. മക്കളെ കുറേ നേരം പൊളിച്ചു. ഒരു വരാറ് മക്കളെ നിങ്ങളോടുണ്ട് ഇങ്ങനത്തെ വൽക്കൊടിയൊക്കെ. ഇതണ്ട എങ്ങനെ കൂടുതലായാലും ഞാൻ കത്തിച്ചും കേട്ടോ, ഒഴിവാക്കൂല. കാരണം എന്താണെന്നോ, ഞാൻ ചായ ഉണ്ടാക്കുമ്പോഴോ കടി ഉണ്ടാക്കുമ്പോഴോ ഒക്കെ അയൽക്കൂടി ഒറ്റ കണി വെച്ച് വേണം കത്തിച്ചു. നമുക്ക് കളണ്ടല്ല. കാരണം തെങ്ങില്ലാത്തവർക്ക് ഇപ്പം അതിൻ്റെ വില അറിയുള്ളൂ. തെങ്ങും തേങ്ങയുള്ളവർക്ക് ഇപ്പോഴത്തെ വില അറിയില്ലല്ലോ. ഒരു വേണം തൊണ്ണു കൊണ്ടുപോകും. അപ്പം ഞാൻ ഇതൊക്കെ എടുത്ത് കണ്ട് വെട്ടിയിരിക്കുകയാണ്. വെയിലത്തേക്ക് പേരക്കുട്ടിയൊക്കെ മെലോലി തുടങ്ങിയിരിക്കും കേട്ടോ. ഓനിൻ്റെ ഒപ്പം കൂടിയിരിക്കും. അപ്പോൾ ഓനൊക്കെ എന്നാ പോകും. ഓനിനി ഉറങ്ങാൻ പോകേണ്ടി വരും. ഓനോട് ഞാൻ പറഞ്ഞു ഓനൊക്കെക്കാളാണ്. അപ്പം ഞാൻ ഇത് കഴിക്കുമെന്ന് അറിയുന്നവളോട് കുറേ നേരമുണ്ട്. എനിക്ക് മാറിക്കോളൂ. നമുക്കൊന്ന് വെട്ടി എടുത്തേക്ക് നമുക്ക് ചെന്തുക്കളെ അറിഞ്ഞാലും എൻ്റെ പേടി എന്നാൽ എൻ്റെ പേരക്കുട്ടിയാണെങ്കിൽ ഒരു പാമ്പിനെ കണ്ടു പറഞ്ഞു. നേരെ കൊള്ളാവും. അപ്പം അതിൻ്റെ പേടിച്ചു. പത്തി വിളർത്തിക്കൊണ്ടാണ് അമ്മ. ഞങ്ങൾ കണ്ടിട്ടില്ല, തോൻ പറഞ്ഞതാണ്. നേരെ കൊള്ള അറിയില്ല. അപ്പം നീ ഒരേരിക്കേറ്റ് കയറി കൂടിയിരിക്കണം. മക്കളാരെ നോക്കിമ്മ. അപ്പം ഞാൻ പറയാം, പഠിച്ചോ കൊത്താൻ വിചാരിച്ചവണി കൊത്തു എന്നൊക്കെ പറയാം. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കണുണ്ടിട്ട് പിന്നെ മക്കളൊക്കെ വന്ന് കാണ്ട് എടുത്ത ഏരിയയാണ്. ഉമ്മാനെ പാമ്പ് അടിച്ചു വെച്ചിട്ട് പേടിയില്ല. ഞാൻ എടുക്കണം വിചാരിച്ചു. മക്കൾ വേറേൻ്റെ ഉള്ളിൽ നോക്കി ഇങ്ങനെ നന്നാകട്ടെ കേട്ടോ. ഓൽക്കൊടിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഒക്കെ ഇട്ടൊക്കെയുണ്ട്. ഒക്കെ ഇട്ടൊക്കട്ടെ. ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. എന്തോ മാറാലെയാണ് അറിയാം. അപ്പം മക്കളെ മാറാല കോല് മുറിഞ്ഞു. ഇതാണ് ഇപ്പം എൻ്റെ മാറാലക്കോല്. ഇനിയിപ്പം അയച്ചുണ്ടാക്കിയിട്ട് ഇനി പടക്കട്ടെ. ചൂലോണ്ടൊക്കെ ഒന്ന് തട്ടിക്കാണ്ട് മക്കളെ അച്ചേറ്റാ. അച്ചേരിക്കാണ്ട് ഒന്ന് ദിവസമാക്കട്ടെ. എന്നിട്ടാണ് ഇതിലേക്ക് വെക്കാൻ. ഇനി മടലും കൊത്തി തീണ്ടിയിട്ടൊന്നുമില്ല. മടലൊക്കെ ഉണ്ട്. മഴ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ നേരം പാമ്പുണ്ട് പറഞ്ഞ് പേടിച്ച് നിന്ന് പാമ്പിനൊട്ട് കാണുന്നില്ല. എൻ്റെ മക്കൾ എടുത്തിടാൻ വന്ന് കണ്ട് പോല് പാമ്പുണ്ട് പറഞ്ഞ് പേടിപ്പിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, പേരക്കുട്ടി ഇന്നലെ പാമ്പിനെ കണ്ടീനൂന്ന്. അതിനെ കിട്ടിയിട്ടുമില്ല. വേറെ അരിക്കറ്റം പോയാന്നുള്ളൊരു സംശയം. കണ്ടിട്ടേ സീലുകളുണ്ട് മാണ്ടാത്ത്. ഒക്കെ ഒന്ന് കെട്ടിക്കാണിച്ച് വെച്ചാലും ഒരു വേസ്റ്റേര് വരുമ്പോൾ മഴൻ്റെ ഒരം കഴിഞ്ഞിട്ട് കൊണ്ടുപോകുള്ളൂ.
അപ്പം മക്കളെ മടലൊക്കെ വെട്ടുകയാണ് കേട്ടാ. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഉണങ്ങിക്കൂടും. പക്ഷേ ഇപ്പം ഈ മഴ കൊണ്ട് നമ്മൾ മഴക്കാണ് ഒക്കെ കൊണ്ടുവച്ചത്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇവിടെയൊക്കെ വിറകാ. ഇതൊക്കെ മഴത്തെ അയൽവാസികൾ, നമുക്കൊരു വീട്ടിൽ പോലും ഇല്ല കേട്ടോ. ഒക്കെ അയൽവാസികൾ തരില്ല. അപ്പം മഴത്ത് കൊണ്ടിട്ടിട്ട് ഒരു നിവർത്തിയില്ല, വേറെ അരിക്കൊക്കെ ഇനി മഴ ഒഴിഞ്ഞിട്ട് ഇപ്പോൾ പറ്റുള്ളൂ. മഴ ഒഴിച്ചണൊക്കെ ഇട്ടൊക്കെ പച്ചയാണ് കേട്ടോ, ഉണങ്ങട്ടെ വിറക്ക. നമുക്കൊക്കെ കാലും ഇട്ട് കൊണ്ടിട്ട് വേണം ജ്യൂസ് കുടിച്ചാൽ കിട്ടാ. കൊയങ്ങിക്കും മാങ്ങാ ജ്യൂസ് കുടിക്കണം. കുത്തിയിലൊന്ന് കുടിച്ചാലും പറ്റൂലല്ലോ, നമുക്ക് പണിയെടുക്കാൻ വെക്കണ്ടേ. അപ്പം മക്കളെ അത് കജണീൻ്റെ അടുക്ക് തന്നെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ച് കാണാൻ കുടിച്ചിട്ട് വെച്ചിട്ട് കുഴങ്ങി. അപ്പം ഞാൻ പെണ്ണിനോട് പറഞ്ഞു നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ച് കാണാൻ ഇങ്ങോട്ട് വന്നതാട്ടാ. ജ്യൂസ് റെഡി ആയിട്ടാണ്. ക്ലാസ് പാറ്റത് വിരുന്നേരം വരുമ്പോൾ കൊടുക്കണ ക്ലാസ്സാണ്. നമുക്കും അതിലൊന്ന് കുടിച്ചു നോക്കാതെ കണ്ടില്ല. എങ്ങനെയുണ്ട് ഇപ്പം മക്കളെ ഒക്കെ എടുത്ത് വെച്ചുട്ടോ, വിറകൊക്കെ എടുത്ത് വെച്ച് ഹൗസായി. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ തരിട്ടോ. മറ്റേ വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.